നിന്റെ രക്തബന്ധമുള്ളവൻ അന്നും ഇന്നും നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ ഈ അനന്തരവൻ. ഇനിയെങ്കിലും ഇവന്റെ ടാലന്റ് തെളിയിക്കാൻ നീ ഇവനൊരു അവസരം കൊടുക്കണം. മകളായിരുന്നവൾ ഇട്ടേച്ചു പോയ പദവികളൊക്കെ നീ ഇനി ഇവനെ ഏൽപ്പിക്കണം. പിന്നെ ഈ മണ്ടനല്ലേ ഏട്ടൻ പദവികൾ കൊടുക്കുന്നേ. 3 ദിവസങ്ങൾ കൊണ്ട് ഇവൻ ആ സ്ഥാപനങ്ങളെല്ലാം തൊലച്ചു കളയും. ഏട്ടൻ ഇവന്റെ കരണം പോയിക്കോന്നാ എന്റെ പേടി. നീ എന്തു പറയുന്നു? ചേച്ചി എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതനുസരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഓക്കെ, ഇവന് ഞാൻ ഒരു അവസരം കൂടെ കൊടുക്കാം. ആ സ്ഥാപനത്തിന് ഇവൻ യോഗ്യനാണോ അല്ലേന്ന് ഇവൻ തന്നെ തെളിയിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് ഇവനോട് ചില കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. അതൊരു ഇന്റർവ്യൂ ആണെന്ന് കരുതിയാൽ മതി. വാ രാജു, വാ. ഈ രാജുവിനെ എന്തിനാ വിളിച്ചോണ്ട് പോയത്? ആശം. ഇത് മാരണമല്ലോ, സവാളയല്ലേ? ഇത് എനിക്കിപ്പോ ഒരു മാരണം തന്നെ. എന്നെ സഹായിക്കാനേ എനിക്കൊരു മരുമകളുണ്ട് കേട്ടോ. മരുമകള് വരുമ്പോ മകള് ഗെറ്റ് ഔട്ട് ആണെന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എടി, എല്ലാ അമ്മമാർക്കും മകളല്ലടി തൊടാ, മരുമകള് തന്നെയാ. എന്നാലേ ആ മരുമകളുണ്ടല്ലോ, അവൾ അവളുടെ സ്വന്തം അമ്മയെ കണ്ട സന്തോഷത്തിലാ. വെറും അമ്മയല്ല, പെറ്റമ്മ. എടി, ഞാൻ പിന്നെ നിന്റെ പോറ്റമ്മയാണോ? എന്നെ കാണുമ്പോ നിനക്ക് സന്തോഷമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. അത് പിന്നെ എന്റെ ചക്കര അമ്മയെ എപ്പോഴും കണ്ടോണ്ടിരിക്കല്ലേ. ജയേട്ടന്റെ വീട് പണി തീരലേ തീരലേ എന്നാ ഞാൻ ഏതു നേരവും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. അത് ജയന്റെ വീട് മാത്രമല്ലല്ലോ, നിന്റെ കൂടെ വീടല്ലേ. വേഗം തീർത്തു തരാനല്ലേ പ്രാർത്ഥിക്കണ്ടേ? വീട് പണി തീർന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോണ്ടേ. അപ്പൊ പിന്നെ എനിക്ക് അമ്മ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. ഏത് തരം സോപ്പാടി നീ എനിക്കിട്ട് പതപ്പിക്കുന്നെ? നല്ല പതയുള്ള സോപ്പാണല്ലോ. ആഹാ, എത്ര പോറ്റമ്മമാര് പോറ്റിയാലും പെറ്റമ്മയാവില്ലെന്ന് പഴമക്കാര് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് അമ്മ. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു രാധമ്മേ. അത് കുറച്ചെങ്കിലും കിട്ടിയത് യാമിനി ചെറിയമ്മയുടെന്നും പിന്നീട് ഈ രാധമ്മയുടെന്നോ. ഒടുവിൽ അമ്മയോട് ചേർന്നിരുന്നപ്പോഴും ആ മടിയില് കിടന്നപ്പോഴും അല്ലേ അമ്മ എന്ന ഫീലിങ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. കോടീശ്വരിയായ ഒരു രാജകുമാരിയാ എന്റെ അമ്മ. പക്ഷെ എന്റെ അമ്മ ഇപ്പൊ ജീവിക്കുന്നത് ദരിദ്രയായ ഒരു സ്ത്രീയെ പോലെയാ. അധികാരവും സമ്പത്തൊന്നും എന്റെ അമ്മയെ മോഹിപ്പിച്ചിട്ടില്ല. മോളെ, എനിക്ക് പത്മാവതി മാഡത്തിനൊന്ന് കാണണം. സത്യം പറഞ്ഞ അവരൊരു ദേവിയാ. ആ ദേവിയെ തൊഴുവാനാ കാണണമെന്ന് പറഞ്ഞത്. അതിനെന്താ, കാണാലോ. മോളുടെ അമ്മയെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ക്ഷണിച്ച അമ്മ വരുമല്ലോ അല്ലേ? അതെന്ത് ചോദ്യ പ്രിയജി? എന്റെ അമ്മ ഒരു പാവ.
വിളിച്ച അപ്പൊ തന്നെ സന്തോഷത്തോടെ ഓടി വരും. എന്നാ പിന്നെ രാജുമോനോട് പറഞ്ഞാ മതി, അവൻ പോയി പത്മാവതി മേഡത്തിനെ കൂട്ടിക്കൊണ്ടുവരും. അമ്മേ, എന്താ? ആ മൂട്ട എവിടെ ഉരുണ്ടുരുണ്ട് നടക്കൂല്ലേ, മുണ്ടക്കൽ കൊച്ചമണി. ശരിയാണല്ലോ, അവരുടെ കാര്യം ഞാൻ മറന്നുപോയി. ശ്ശോ, ആ നാശം ഇവിടെ ഉള്ളപ്പോ പത്മാവതി മേഡത്തിനെ ഇങ്ങോട്ട് വിളിക്കണ്ട. അവര് അംബികയുടെ ഏജന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ അമ്മേനെ വിളിക്കട്ടെ. മോളെ, അമ്മേ, അമ്മ എന്തെടുക്കുക? ഞാൻ എന്ത് ചെയ്യാനാ മോളെ, ഞാനിവിടെ എന്റെ ജോലികളായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നിന്നെ ഇങ്ങനെ ഓർത്തോണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. ഞാനിവിടെ രാധമ്മയായും പ്രിയച്ചിയായും അമ്മയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു. ആഹാ, ഇവർക്ക് രണ്ടുപേർക്കും അമ്മയെ കാണണമെന്ന്. അതിനെന്താ മോളെ, നമുക്ക് കാണാലോ. എനിക്കും അവരെ കാണണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്നാ ഇവരുടെ അഭിപ്രായം. ഇതിനകത്ത് ആ അംബികയുടെ ഏജന്റ് ഉണ്ട്.